ഹലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും കൂടെ പറമ്പിലേക്ക് ഇറങ്ങി ഒരു കൊല നടത്താനായിട്ട്, ഒരു കൊല എടുക്കാനായിട്ട്. ഇത് കൂമ്പില്ലാ കണ്ണൻ എന്ന് പറയുന്ന പഴമാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഈ വാഴ അങ്ങ് ഒടിഞ്ഞു വീണു. അപ്പം എല്ലാവരും കൂടി ഇതൊക്കെ ചെയ്യാനായിട്ടൊരു പ്രത്യേക രസമാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങളിത് എൻ്റെ ഞണ്ടും കൊഞ്ചുമാണ് ഞങ്ങളെ കാത്തിരുന്നത്. അങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്ത് എളുപ്പം റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സവാളയൊക്കെ പ്രശാന്തേട്ടനും സതീഷേട്ടനും കൂടെ അരിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് ശരിയാക്കി തന്നു. സൺഡേയിലെ പാചകത്തിനൊരു പ്രത്യേക രസമാണ്. എല്ലാവരും കൂടെയുള്ള ഒരു പാചകമാണ്. കഥയൊക്കെ പറഞ്ഞും. കൊഞ്ചിച്ചിരി ചെറുതായിരുന്നു. അത് പ്രിയചേച്ചിയാണ് പൊളിച്ചെടുത്തത്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാനാണ്. നല്ല ടേസ്റ്റി കൊഞ്ചാണ് ഇത്. കായലിൽ വല കുടഞ്ഞ് മേടിച്ചതാ. അപ്പം ഫ്രഷ് ആയിട്ട് കിട്ടിയ സാധനമാണ് ഞണ്ടും കൊഞ്ചും ഒക്കെ. അങ്ങനെ ഞണ്ട് റോസ്റ്റായി മാറുന്നേ. കൊഞ്ച് വറുക്കുകയും കൂടാണ് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ സാമ്പാർ, പിന്നെ മുരിങ്ങയില ധാരാളം ഉള്ളതുകൊണ്ട് ഒരു മുരിങ്ങയിലക്കറിയും കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ചോറിനായിട്ടുള്ള കൂട്ടാനുകളെല്ലാം റെഡിയായിട്ടുണ്ട്. പക്ഷെ ഉണ്ണാൻ സമയമാകാത്തത് കൊണ്ട് ഞങ്ങൾ എന്നാൽ മുരിങ്ങ പറിച്ചിട്ട് വന്നിട്ട് ഉണ്ണാമെന്ന് തീരുമാനിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മുരിങ്ങയ്ക്ക പറിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. മുരിങ്ങയ്ക്കയെല്ലാം മുകളിലായിരുന്നു. ടെറസിന്റെ മണ്ടയ്ക്ക് നിന്നും കുറേയൊക്കെ പറിക്കാനായിട്ട് പറ്റി. ഈ മുരിങ്ങക്കമ്പിന് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇഷ്ടം പോലെ പൂവും കായും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഒടിയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഈ പൂവും കായും എല്ലാം തീർന്ന സമയമാകുമ്പോൾ ഇതിന്റെ ശിഖരം എല്ലാ വർഷവും വെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ അത് പൊട്ടിക്കിളിർത്താണ് ഈ നിൽക്കുന്ന മുരിങ്ങ എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ മുരിങ്ങയ്ക്ക നേരത്തെ പറിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ഒരു അല്പം കുറവാണ്. പിന്നെ കൂടുതലും പിടിച്ച് വരുന്ന കുഞ്ഞി മുരിങ്ങയ്ക്കയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഉപയോഗത്തിന് ധാരാളമായിരുന്നു ഈ മുരിങ്ങയ്ക്ക. താണ്ടെ ഇത്രയും മുരിങ്ങയ്ക്കയും ഒരു ഓമയ്ക്കയും പിന്നെ പേരയ്ക്കയും അങ്ങനെ കുറച്ച് സാധനമൊക്കെ കിട്ടിയിട്ട് വന്ന് ഞങ്ങൾ ചോറിട്ടു. അപ്പോൾ എല്ലാവരും ചോറുണ്ടോ? ഓക്കെ, ബൈ.